പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയും നമ്മൾ മനസ്സൊരുക്കത്തോടുകൂടി ഇടപെടുന്നത് ദൈവത്തോടാണ്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചതെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയാത്ത മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണെന്ന്. ഒന്ന് കൊറിന്ത്യൻസിൻ്റെ തിരുവചനത്തിലെ 15-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയാത്ത ജനങ്ങളെക്കാളും അറിഞ്ഞ ജനങ്ങൾ ഹതഭാഗ്യരാണ്. പൗലോസ് അപ്പോസ്തലൻ പറയണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയുമ്പോൾ ഭൗതിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള സൂചനയാണ് എൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ദൈവം എന്തിനാണ് അതിനെ വിലമതിക്കേണ്ടത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ലല്ലോ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. അപ്പം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്, അതിൻ്റെ കോസുണ്ട്. അത് വിശ്വാസിയെ അറിഞ്ഞാൽ മാത്രമേ പ്രാർത്ഥനയുടെ മർമ്മം അറിഞ്ഞെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ യേശുക്രിസ്തു ആരാണെന്ന് ആദ്യം പ്രാർത്ഥിക്കുന്ന വ്യക്തി അറിയണം. ദൈവമാണെന്ന് മാത്രം അറിഞ്ഞാൽ പറ്റത്തില്ല. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ അനുഭവവേദ്യമാകണമെന്ന് കൂടി അറിയണം. അതുകൊണ്ടാണ് പൗലോസ് പറയണത് ഈശോ ആരാണെന്ന് പറയും. ആരാണ് ഈശോ? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അതാണ് 1 കൊരിന്ത്യൻസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന്, ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും തത്വമുണ്ട്, സ്വത്വമുണ്ട്. സ്വത്വമുണ്ട്, സ്വരൂപവുമുണ്ട്. തത്വം എന്ന് പറയുന്നത് അതിൻ്റെ തിയറി, സിദ്ധാന്തം. സ്വരൂപം എന്ന് പറയുന്നത് പ്രയോഗം. സ്വത്വത്തിൽ നിന്നാണ് സ്വരൂപം രൂപപ്പെട്ടു വരുന്നത്. തിയറിയിൽ നിന്നാണ് പ്രാക്ടിക്കൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയണത് യേശുക്രിസ്തു ഒരേ സമയം തന്നെ സിദ്ധാന്തവുമാണ് പ്രയോഗവുമാണെന്ന് പറയുക. ജ്ഞാനവുമാണ്, ശക്തിയുമാണ്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, ഈശോനോട് സാമൂഹ്യനായ ശിഷ്യന്മാർ ചോദിക്കത്തില്ലേ, നീ തന്നെയാണോ രക്ഷകൻ? മത്തായിയുടെ 11-ാം അധ്യായത്തിൽ അതോ വേറെ ആരെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കണമോ? ഈശോ എന്നാ പറയണേ? അന്തർ കാണുന്നു, ചെകിട കേൾക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എന്നിൽ ഇടരാത്തവൻ ഭാഗ്യവാൻ. കാര്യം എന്താണ്? ക്രിസ്തുവിനെ നീ സ്വീകരിച്ചാൽ പിന്നെ വേറെ സമാന്തര ശക്തികളെ, സങ്കല്പ ശക്തികളെ അല്ലെങ്കിൽ ഭൗതിക ശക്തികളെ നിനക്ക് ആശ്രയിക്കേണ്ടി വരത്തില്ല.
അതാണ് പൗലോസ് വ്യക്തമായി പറയണത്, ക്രിസ്തു എല്ലാമാണെന്ന് പറയും. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, ഓപ്ഷൻ വേണ്ടപ്പോൾ എല്ലാവരിലുമാണെന്ന് പറയും. ചില ആൾക്കാർ ശരണപ്പെടത്തില്ലേ? പത്രോസൊക്കെ ശരണപ്പെട്ടതിൻ്റെ വലിയ പ്രഖ്യാപനങ്ങൾ ബൈബിളിലുണ്ട്. പത്രോസ് ചോദിക്കും, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? 6:69 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ എന്ന്. അതുകൊണ്ടാണ് ഇതിനെ എല്ലാത്തിനും കൂടി പത്രോസ് ഒറ്റ വാക്ക് പറയും. എന്ത് പറയും? നടപടി 4:12 മറ്റൊരുവൻ രക്ഷയില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യ രക്ഷ നൽകാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. നീ ക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോൾ ഇഹത്തിലും പരത്തിലും നിനക്കാവശ്യമായ എല്ലാത്തിൻ്റെയും ഉത്തരം ക്രിസ്തുവാണ്. ആ രീതിയിലാണ് ക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോഴാണ് ക്രിസ്തുവിലുള്ള സമ്പൂർണമായ ശക്തിവിശേഷം നമുക്ക് അനുഭവേദ്യമാകണത്. ക്രിസ്തുവിനെ ഈ ലോകത്തേക്കും വരാനിരിക്കുന്ന ലോകത്തിലേക്കും വേണ്ടി മനുഷ്യന് നിത്യത വരെ ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ സിദ്ധാന്തവും ദൈവത്തിൻ്റെ പ്രയോഗവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് ക്രിസ്തു. നല്ലവനായ ഈശോയെ, അങ്ങയെ സ്വീകരിക്കുമ്പോൾ എല്ലാ അവസ്ഥകളിലും ആവശ്യങ്ങളിലും അവസാന വാക്കായി മറ്റൊരു തിരഞ്ഞെടുപ്പില്ലാതെ അങ്ങയിൽ ആശ്രയിക്കുവാൻ, എല്ലാ കാലാവസ്ഥകളിലും അങ്ങനെ ആശ്രയിക്കുവാൻ, അങ്ങനെ ശരണം പ്രാപിക്കുവാൻ ഞങ്ങൾക്കാവശ്യമായ വിശ്വാസവും ദൈവസ്നേഹവും നൽകണമേ. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ വഹിച്ച് ക്രിസ്തുവിൽ ഞങ്ങളെ വളർത്തണമേ, ക്രിസ്തുവിൽ ഞങ്ങൾ ഉയർത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ജീസസ്, ജീസസ് ഹല്ലേലൂയ, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ജീസസ്, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. ഒരുവന്റെ വിശ്വാസം നിരന്തരം ദൈവവചനങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ, നിരന്തരം പ്രാർത്ഥനയാൽ തീഷ്ണമാക്കപ്പെടുമ്പോൾ ദൈവം അവനിൽ വസിച്ചുകൊണ്ട് അവന് ആന്തരികമായ ബോധ്യങ്ങൾ നൽകും. ഈ ആന്തരിക ബോധ്യങ്ങളാണ് പ്രതിസന്ധികളെ വളരെ പ്രത്യാശയോടെ പ്രതിരോധിക്കാനും അതിജീവിക്കുവാനും വിശ്വാസം ജീവിക്കുവാനും പ്രഖ്യാപിക്കുവാനും ദൈവത്തെ അനുഭവിക്കുവാനും അദൃശ്യനായ ദൈവത്തെ സ്പർശിക്കുവാനും ഒരു വിശ്വാസിയെ ദൈവം തന്നെ സഹായിക്കുന്നത്. അങ്ങനെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൻ മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആന്തരികമായ ദൈവത്തിൻ്റെ ചൈതന്യം അവൻ്റെ ഉള്ളിൽ നിന്ന് പറയും, കർത്താവ് ജൈറസിൻ്റെ മകൾ മരിച്ചു പോയെന്ന് പറയുമ്പോൾ പറയുന്ന വാക്കില്ലേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതുപോലുള്ളൊരു അനുഭവ സാക്ഷ്യമാണ്, അത്ഭുത സാക്ഷ്യമാണ് നമ്മളിപ്പോഴേ പ്രാർത്ഥനാപൂർവ്വം കേൾക്കാൻ പോകുന്നത്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളെ ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷിൻഡോ, ഇടുക്കി ചേലച്ചോട് താമസിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ പപ്പായ്ക്ക് രാത്രി ചങ്കിനുവേദന ഉണ്ടാവുകയും പനി കൂടി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ അടിമാലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പപ്പ മരിക്കും, അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞു. അന്നേരത്തേക്കും ഞാൻ അകത്ത് ICUവിൽ വിളിച്ച് എന്നെ കാണിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു മരിക്കുകയല്ല, കൃപാസനത്തിൽ മാതാവിനോട് ഞാനവിടെ സാക്ഷ്യം പറയും, പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അമ്മയും പെങ്ങന്മാരും അളിയനും ഞങ്ങൾ മക്കളെല്ലാം ഉണ്ടായിരുന്നു. മരിച്ചു കിടന്ന എൻ്റെ അപ്പൻ കണ്ണടച്ചു, അനക്കമില്ലായിരുന്നു. വായൊക്കെ തുറന്ന് കാലിന് അനക്കമില്ലാതെ കിടന്ന എൻ്റെ അപ്പൻ ഞാൻ പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കാലിൻ്റെ പെരുവിരൽ ചലിപ്പിച്ചു, കണ്ണുകൾ തുറന്നു. മാതാവിൻ്റെ എനിക്ക് അറിയത്തില്ലായിരുന്നു,
പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഫോട്ടോ വെച്ച് ഞാൻ എൻ്റെ അപ്പനെ അവിടുത്തെ സിസ്റ്റേഴ്സ് നടത്ത ഹോസ്പിറ്റലിൽ സിസ്റ്റേഴ്സ് കാങ്കെ എൻ്റെ അപ്പൻ്റെ പേപ്പർ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നെറ്റിയെ കുരിശ് വരച്ചു. എൻ്റെ അപ്പൻ കണ്ടു തുറന്നു. കല്ലറ ബുക്ക് ചെയ്തായിരുന്നു. അച്ഛന്മാരെ വിളിച്ചു പറഞ്ഞു, കൈക്കാരന്മാരെ വിളിച്ചു പറഞ്ഞു. ഡോക്ടർമാരെല്ലാം വളരെ അത്ഭുതപ്പെട്ടു. ഇന്ന് അവിടുന്ന് ഒരു ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട് ഈ പ്രോഗ്രാം കാണാൻ. യൂട്യൂബിൽ കണ്ടൊരു പരിചയം എനിക്കുള്ളൂ. ഞാനിവിടെ വന്നിട്ടില്ല. എല്ലാ ദിവസവും പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ ദിവ്യബലി ഞങ്ങളെല്ലാവരും പങ്കുകൊള്ളും. അതുവഴി പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന ഫേസ്ബുക്ക് വഴി കേട്ട് എല്ലാവരോടും പറഞ്ഞ് ആശ്രിതരുണ്ടെന്ന് എല്ലാവർക്കും നല്ല ബോധ്യം കിട്ടിയിട്ടുണ്ട്. യേശുവേ നന്ദി, യേശുവേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട സാക്ഷ്യം നിങ്ങളത് തനി സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സാന്ത്വനാഭിഷേകത്തിൽ നമ്മൾ നൂറുകണക്കിന് ഇതുപോലെയുള്ള വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയണം, ദൈവം എൻ്റെ കൂടെ ജീവിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം എൻ്റെ കൂടെ ജീവിക്കുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും പറയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയെന്ന്. എന്നിട്ട് ഉള്ളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇതുപോലെ അച്ചിട്ട വിശ്വാസം, സീൽഡ് ഫെയ്ത്ത് എനിക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിൻ്റെ പുണ്യപ്രവൃത്തികൾ, നീ ചെയ്യുന്ന എല്ലാ ഈശോനാമത്തിൽ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവൃത്തികളെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നീ കാഴ്ചവെക്കണം. പ്രാർത്ഥനയെ മാത്രം കാഴ്ചവെച്ചാൽ പോരാ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വിശ്വാസ പ്രവൃത്തികൾ തന്നെ. ബോഡി ഈസ് ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്. ശരീരം വളരണം എങ്ങനെയാണ്? ശരീരം കഴിച്ചാൽ. വിശ്വാസം വളരണം എങ്ങനെയാണ്? വിശ്വാസ പ്രവൃത്തികൾ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ് റോമ 4:20 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുക. നമുക്കും വിശ്വാസത്തിൽ വളരാം. ആ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ആണ് നമ്മളിപ്പോൾ ദീപകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത്.